ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 9 ആണ്. ലിങ്ങിൻ്റെ മുത്തശ്ശി ഹോസ്പിറ്റലായത് കാരണം ലിങ് അവിടെയായിരുന്നു. അവൻ്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരാത്തത് കാരണം അവൻ ഒരുപാട് അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മ എടുക്കുന്നില്ല. ലിങ്ങിൻ്റെ ആൻറ്റി വന്ന് ചോദിക്കുന്നുണ്ട് ലിങ്ങിനോട്, നിൻ്റെ അമ്മ എന്താണ് വരാത്തത്? ഞാൻ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല, ഇനി എന്താണ് ചെയ്യുക? മുത്തശ്ശിക്ക് വളരെ സീരിയസ് ആണ് എന്നെല്ലാം ആൻറ്റി ലിങ്ങിനോട് പറയുന്നുണ്ട്. ലിങ്ങിനെയും ലിങ്ങിൻ്റെ അച്ഛനെയും കാത്ത് ജിജിയാനും ജിജിയാൻ്റെ അച്ഛനും സീഷോയും ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്ന ജിജിയാൻ വേഗം അവിടേക്ക് ഓടിപ്പോകുന്നു. ഡോർ തുറന്നു നോക്കുമ്പോൾ ലിങ് ഇല്ല. ലിങ്ങിൻ്റെ അച്ഛൻ മാത്രമുള്ളൂ. ജിജിയാൻ ചോദിക്കുന്നുണ്ട് ലിങ്ങിൻ്റെ അച്ഛനോട്, ലിങ് എവിടെ? ലിങ് എന്താണ് വരാത്തത്? അപ്പോൾ ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ലിങ് ഇന്ന് വരില്ല. ലിങ്ങിൻ്റെ അമ്മ വരാത്തത് കാരണം ലിങ് അവിടെ നിൽക്കുകയാണ്. ലിങ്ങിൻ്റെ അച്ഛനോട് ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് ലിങ്ങിനെ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിർത്തി വന്നത്? നിനക്ക് ഊണി നിന്നൂടെ? അപ്പോൾ ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ കൊച്ചൊന്നുമല്ല, അവൻ വലുതായില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൻ പഠിക്കട്ടെ എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ലിങ് ഇല്ലാതെ കാരണം അവർ 4 പേരും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ജിജിയാൻ്റെ അച്ഛന് സുഖമില്ലാത്തത് കാരണം അവർ ജിജിയാൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സുമായി ആ സ്ത്രീകളെല്ലാം വന്ന് ജിജിയാൻ്റെ അച്ഛന് സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ആ സ്ത്രീകൾ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ലിങ്ങിൻ്റെ അമ്മ ലിങ്ങിനെ ചെറുപ്പത്തിലെ ഇട്ടുപോയതാണ്. എന്നിട്ട് ലിങ്ങിൻ്റെ മുത്തശ്ശിക്ക് സുഖമില്ലാത്തത് കാരണം അവരെ നോക്കുന്നത് ലിങ്ങാണ്. ഇപ്പോൾ സീഷോയുടെ അമ്മയ്ക്കും എന്തെങ്കിലും സുഖമില്ലാണ്ടാകുമ്പോൾ സീഷോ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നെല്ലാം ആ സ്ത്രീകൾ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് സീഷോ അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. സീഷോ ബാസ്കറ്റ്ബോൾ മാച്ച് കളിക്കാൻ പോകുമ്പോൾ സീഷോയുടെ ഫ്രണ്ടിനോട് സീഷോ പറയുന്നുണ്ട്, ലിങ് ഇല്ലാത്തത് കാരണം എല്ലാവരും ആകപ്പാടെ അവിടെ ഒറ്റപ്പെട്ട പോലെയാണ്. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം സീഷോയുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ലിങ്ങിൻ്റെ മുത്തശ്ശിയെ കാണാൻ വരുമ്പോൾ ലിങ്ങിൻ്റെ അച്ഛനോ അമ്മയ്ക്കും ആക്സിഡൻ്റ് ആയത് കാരണം ലിങ്ങിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അവരുടെ വീട്ടുകാർ അവൻ്റെ അനിയത്തിയെ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് അവനോട് പറയുന്നുണ്ട്. അവൾ അവരോട് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ പോവുകയാണ്. അത് കേട്ടപ്പോൾ ലിങ്ങിന് വളരെ സങ്കടമായത് കാരണം ലിങ് അവളെ എടുത്തിട്ട് ലിങ് പറയുന്നുണ്ട്, ഞാൻ അവളെ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ എന്നെല്ലാം ലിങ് അവരോട് പറയുന്നുണ്ട്. ജിജിയാനും ചിങ്ലിങ്ങും സ്കൂളിലൂടെ നടക്കുമ്പോൾ ജിജിയാൻ ചിങ്ലിങ്ങിനോട് പറയുന്നുണ്ട്, ലിങ് ഒരാഴ്ചയായി വന്നിട്ട് ഞങ്ങളുടെ വീടിപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്, അവനില്ലാത്തത് കൊണ്ട് എന്തോ പോലെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവൻ നടക്കുകയാണ്. സീഷോയെ ചിങ്ലിങ് വിളിക്കുകയാണ്, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണ്. ജിജിയാൻ സ്റ്റെപ്പിൽ നിന്ന് വീണു, അവൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നീ അവിടേക്ക് പോര് എന്നെല്ലാം ചിങ്ലിങ് സീഷോയോട് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തിയ സീഷോയോട് ജിജിയാൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് വീണതെന്ന് എനിക്കറിയില്ല, ഞാൻ സ്റ്റെപ്പിലൂടെ നടക്കുമ്പോൾ എന്നെ ബാക്കിൽ നിന്ന് ആരോ ഉന്തിട്ട പോലെയാണ് എനിക്ക് തോന്നിയത് എന്നെല്ലാം പറഞ്ഞപ്പോൾ സീഷോ അവിടെ നിന്ന് പോവുകയാണ്. സീഷോ എന്നിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ജിജിയാൻ വികാൻ കാരണം നിങ്ങളല്ലേ? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ ഫാമിലിക്ക് എന്ത് പറ്റിയാലും നീ എന്തിനാ എന്നെ പറയുന്നത് എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. ജിജിയാനെ ഹോസ്പിറ്റലിൽ നിന്ന് സീഷോ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു സ്ത്രീ വന്ന് സീഷോയോട് പറയുന്നത്, നിങ്ങളുടെ അച്ഛന് തീരെ സുഖമില്ല, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ അവിടേക്ക് പോയി നോക്കൂ എന്നെല്ലാം സീഷോയോടും ജിജിയാനോടും പറയുന്നുണ്ട്. സീഷോ ജിജിയാനെയും കൂട്ടി അച്ഛനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ജിജിയാനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ജിജിയാനെ നടക്കാൻ പറ്റാത്തത് കാരണം ഇവിടുന്ന് ഡോക്ടർ സീഷോയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛന് വലിയ കുഴപ്പമൊന്നുമില്ല, ജോലി കാരണം ഒന്ന് ബോധം കെട്ട് വീണതാണ് എന്നെല്ലാം സീഷോയോട് അവിടെ നിന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ജിജിയാൻ അച്ഛന് ജീവനുണ്ടോ എന്ന് തൊട്ടു നോക്കുകയാണ്. അവർ 2 പേരും അച്ഛനെ കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ലിങ്ങിൻ്റെ അച്ഛൻ ചീത്ത പറഞ്ഞത് കാരണം അച്ഛനെ സീഷോയും ജിജിയാനും കൂടി ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്താൻ നോക്കുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ ഒന്ന് ഉറങ്ങി എണീച്ചു നോക്കുമ്പോൾ അവരുടെ തൊട്ടടുത്ത് ജിജിയാൻ കിടക്കുന്നുണ്ട്. സീഷോയാണെങ്കിൽ ജിജിയാൻ്റെ അച്ഛനെ നോക്കി നിൽക്കുന്നുണ്ട്. സീഷോ പറയുന്നുണ്ട്, അച്ഛൻ റെസ്റ്റ് എടുക്ക്, ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്.
അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ, ഒന്ന് തല കറങ്ങി വീണതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ എണീക്കുമ്പോൾ ജിജിയാൻ്റെ കയ്യിൽ അച്ഛൻ തട്ടിയത് കാരണം ജിജിയാൻ നെട്ടി എണീക്കുകയാണ്. ജിജിയാൻ്റെ മുറിവെല്ലാം കണ്ട് പേടിച്ച് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റിയതാണ്, ഇത് എങ്ങനെയാണ് എന്നെല്ലാം ജിജിയാനോട് അച്ഛൻ ചോദിക്കുമ്പോൾ ജിജിയാൻ പറയുന്നത്, അതൊന്നുമില്ല അച്ഛാ, അത് ഞാനൊന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണതാണ് എന്നെല്ലാം പറഞ്ഞ് അച്ഛനെ ആശ്വാസപ്പെടുത്തുന്നുണ്ട് ജിജിയാൻ. ജിജിയാൻ്റെ അച്ഛൻ്റെ കടയിൽ പണിയെല്ലാം നടക്കുന്നത് കാരണം ജിജിയാൻ്റെ അച്ഛൻ അവിടെ പോയിരുന്ന് നോക്കുമ്പോഴാണ് അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വരുന്നത്. അവരാണ് സീഷോയുടെ അമ്മ. അവരെ കണ്ടതും ജിജിയാൻ്റെ അച്ഛൻ നെട്ടുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സീഷോയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നുമെല്ലാം എന്ന് എനിക്കറിയാം. നിങ്ങളുടെ നൂഡിൽസ് കടയുടെ പണിയെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സീഷോയെ നോക്കാനൊന്നും കഴിയില്ല. അവൻ ഇനി കോളേജിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഒരുപാട് ചിലവെല്ലാം വരും. അവൻ്റെ അച്ഛൻ വന്നതെല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങൾ അവൻ്റെ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കുന്നതായിരിക്കും നല്ലത് എന്നെല്ലാം സീഷോയുടെ അമ്മ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ ജിജിയാൻ്റെ അച്ഛന് കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അന്ന് ഞാൻ നിങ്ങളോട് വാങ്ങിയില്ലേ, അതേ ക്യാഷാണിത്, ഇത് നിങ്ങൾ വാങ്ങിച്ചോളൂ എന്നെല്ലാം ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛന് സീഷോയുടെ അമ്മയുടെ ഈ ഭാവമാറ്റം കാരണം വളരെയധികം സങ്കടത്തിലായിരുന്നു. അവർ പറഞ്ഞ ഓരോ വാക്കും ജിജിയാൻ്റെ അച്ഛനെ ഒരുപാട് വിഷമിച്ചിരുന്നു. പിന്നെ സീഷോയുടെ അമ്മ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ അവനെ ചെറുപ്പത്തിൽ വിട്ടുപോയതാണ്. അവൻ്റെ അച്ഛന് നിങ്ങളാണ് അവനെ നോക്കിയത്. അവൻ്റെ അച്ഛനെ കൂടെ പറഞ്ഞയക്കണോ എന്നെല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞു ഒന്നുള്ളൂ, അവൻ്റെ ഭാവിക്ക് വേണ്ടി, അതെല്ലാം നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് സീഷോയുടെ അമ്മ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജിജിയാൻ്റെ അച്ഛനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സീഷോയുടെ അമ്മ, ഞാൻ വന്നതെല്ലാം അവനോട് ഒരിക്കലും പറയരുത്. ഞാൻ എവിടെയുള്ള കാരണമൊന്നും അവൻ ഒരിക്കലും അറിയരുത്. ഇതെല്ലാം സീഷയുടെ അമ്മ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ജിജിയാനെ ലിങ് ഒരുപാട് വിളിച്ചപ്പോൾ ലിങ് കോൾ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ലിങ് ജിജിയാനെ തിരിച്ചു വിളിക്കുകയാണ്. ജിജിയാൻ കോൾ എടുത്ത് ലിങ്ങിനോട് സുഖമാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജിജിയാൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. നിന്റെ ബർത്ത്ഡേ ഈ അടുത്ത് വരാൻ പോവുകയാണ്. നീ അപ്പോഴെങ്കിലും വരുമോ? അപ്പോൾ ലിങ് പറയുന്നുണ്ട്, കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വരുന്നത്. അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തത് കാരണം അമ്മയെ നോക്കാൻ ഞാനുള്ളൂ ഇവിടെ എന്നെല്ലാം പറഞ്ഞ് ലിങ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ലിങ്ങിൻ്റെ അമ്മയുടെ ചേട്ടൻ കാണാൻ വന്നിട്ട് ലിങ്ങിനോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ കുറേ ദിവസമായില്ലേ ഇവിടേക്ക് വന്നിട്ട്. ഞാൻ ഇനി പോവുകയാണ്. ഇനി അവളെ നോക്കാൻ നീ മാത്രമുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് സങ്കടം വന്ന ലിങ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് അവരെ നോക്കുന്നത്? അവരെൻ്റെ അമ്മയൊന്നുമല്ല. അവരെന്നെ ചെറുപ്പത്തിൽ ഇട്ടുപോയതാണ്. അവർക്ക് നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കൂടെ അവരെ എന്നെല്ലാം അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ ലിങ്ങിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, സീഷോയുടെ അച്ഛൻ പറഞ്ഞതുപോലെ അവനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കവനെ നോക്കാനൊന്നും പറ്റില്ല എന്നെല്ലാം ജിജിയാൻ്റെ അച്ഛൻ ലിങ്ങിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ ലിങ്ങിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ അച്ഛൻ വന്നിട്ടും നീ എന്താ പറഞ്ഞത്? ഞാൻ അവനെ പഠിപ്പിക്കും, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ അവനെ പഠിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കും എന്നെല്ലാം പറഞ്ഞ് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നെല്ലാം ലിങ്ങിൻ്റെ അച്ഛൻ ജിജിയാൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ അവൻ്റെ അച്ഛൻ പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അവനെയെല്ലാം വിദേശത്ത് പോയി പഠിപ്പിക്കുന്നതാണ് നല്ലത്. നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി ഇവിടുത്തെ കോളേജിലൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ജിജിയാൻ്റെ അച്ഛൻ ഒരു കാര്യം കൂടി ലിങ്ങിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അവൻ വന്നാൽ നീ ഇത് പറയണം. അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയി പഠിക്കാൻ എനിക്ക് അവനോട് ഇത് പറയുമ്പോൾ സങ്കടമാകും. നീ ഇതെല്ലാം പറയണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലിങ് വീട്ടിൽ വന്ന് ലിങ് ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 9 തീരുന്നത്.